നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ജോലിയാണ് സെയിൽസ്. എങ്കിലും എന്താണ് സെയിൽസ്? അല്ലെങ്കിൽ എന്താണ് സെയിൽസ് പേഴ്സൺ? അല്ലെങ്കിൽ ആരാണ് സെയിൽസ് പേഴ്സൺ? സെയിൽസ് മാൻ ആരാണ്? സെയിൽസ് ഗേൾ ആരാണ്? എന്താണ് സെയിൽസ് പേഴ്സൻ്റെ ജോലി? അല്ലെങ്കിൽ എന്തിനെയാണ് സെയിൽസ് പേഴ്സൺ, ആരെയാണ് സെയിൽസ് പേഴ്സൺ എന്നൊക്കെ വിളിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് സാധ്യതയുള്ള തൊഴിൽ അവസരമാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ. ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കമ്പനിയുടെ അടിത്തറയാണ് സെയിൽസ് പേഴ്സൺ. സെയിൽസ്മാൻ ആണെങ്കിലും സെയിൽസ് ഗേൾ ആണെങ്കിലും ഓർക്കുക, ഒരു കമ്പനിയുടെ അടിത്തറയാണ്. ഏതൊരു കെട്ടിടം നമ്മൾ പടുത്തുയർത്തുമ്പോഴും അടിത്തറ നന്നായിട്ടില്ലെങ്കിൽ ആ കെട്ടിടം വൈകാതെ തന്നെ അഡപടലം നിലത്ത് വീഴും. അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ അടിത്തറയാണ് സെയിൽസ് പേഴ്സൺ. കാരണം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പല വിഭാഗം ആളുകളുണ്ടായിരിക്കും. അങ്ങ് മുതലാളി മുതൽ ഇങ്ങ് പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നവർ വരെ ഉണ്ടായിരിക്കും. ഒരുപാട് ആളുകളുണ്ടായിരിക്കും. പക്ഷേ എത്രയൊക്കെ ആളുകളുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനോട് നേരിട്ട് ബന്ധപ്പെടുന്നത് സെയിൽസ്മാൻ ആണ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ആണ്. ഈ സെയിൽസ് പേഴ്സൺ ഇല്ലെങ്കിൽ ആ കമ്പനി ഇല്ല. ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനി രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഒരു സെയിൽസ് പേഴ്സൺ വേണം. സെയിൽസ് ചെയ്യാൻ ആൾ വേണം. സെയിൽസ് ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണം. ആ ആളില്ലെങ്കിൽ ആ കമ്പനി അടപടലം നിലത്ത് വീഴും. യാതൊരു സംശയമില്ല. ആ കമ്പനിയുടെ വേറെ ഏതൊരു പോസ്റ്റ് നോക്കിയാലും അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തു പോവാം. പക്ഷേ സെയിൽസിൽ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വളർച്ച ഉണ്ടാവില്ല, നഷ്ടത്തിലായിരിക്കും. കമ്പനി അടപടലം നിലത്ത് വീഴും. ഒരു കമ്പനിയുടെ വിൽപ്പന സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിനിധിയാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ, സെയിൽസ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഒരു കമ്പനിയുടെ വിൽപ്പന സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള പ്രതിനിധിയാണ്, കമ്പനിയുടെ പ്രതിനിധിയാണ് സെയിൽസ് പേഴ്സൺ. ഒരു നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറിൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴി ഉൽപ്പന്നം വിൽക്കുക എന്നതാണ് ഈ സെയിൽസ് പേഴ്സൻ്റെ ജോലി. ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണെങ്കിലും, ഷോപ്പിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും, വാനിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും, വാനിൽ കച്ചവടം ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് രീതിയിൽ സെയിൽ ചെയ്യുന്ന ആളുകളാണ് സെയിൽസ് പേഴ്സൺ. ഒരു നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്റ്റോറിൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴി ഉൽപ്പന്നം വിൽക്കുക എന്നതാണ് ഇവരുടെ ജോലി. ബ്രാൻഡിനെ പ്രതിനിധീകരിച്ച് ഉപഭോക്താക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിൽക്കുക. ഓർക്കുക, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു കമ്പനിയുടെ അടിത്തറയാണ് സെയിൽസ് പേഴ്സൺ. നമ്മൾ പലരോടും പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടാവാം, ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ സെയിൽസ് പേഴ്സൺ എന്നൊരു ജോലിക്ക് പ്രത്യേകമായൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകമായൊരു സുഖമുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് സെയിൽസ് പേഴ്സൺ. ഒരു ബ്രാൻഡിനെ പ്രതിനിധീകരിച്ച് ഉപഭോക്താക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അവരെ കൺവിൻസ് ചെയ്ത് അവരോട് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് ഈ പ്രൊഡക്റ്റ് അവരുടെ ഹൃദയത്തിലേക്ക് അടിച്ച് കയറ്റി ഈ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ കുറച്ചൊന്നുമല്ല കഴിവ് വേണ്ടത്, നാവ് ദൈവമായി മാറണം. അവിടെയാണ് ഒരു സെയിൽസ് പേഴ്സൺ വിജയിക്കുന്നത്. വെറുതെ ഞാനൊരു സെയിൽസ്മാൻ ആണ് എന്ന് പറഞ്ഞ് വാൻ സെയിൽസിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്കോ ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നവനാണ് യഥാർത്ഥ സെയിൽസ് പേഴ്സൺ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു മികച്ച സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആവാം എന്നതാണ്. ഒരുപാടധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ജോബാണ് സെയിൽസ് പേഴ്സൺ. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ സെയിൽസ് പേഴ്സൺ ആയിരുന്നു, സെയിൽസ്മാൻ ആയിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയും അല്ലെങ്കിൽ ഞാൻ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലിയുമാണ് സെയിൽസ്മാൻ എന്നത്. പ്രത്യേകിച്ച് വാൻ സെയിൽസിൽ. ഷോപ്പിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് വാൻ സെയിൽസിൽ ജോലി ചെയ്യാനാണ്. കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള സുഖങ്ങളുമുണ്ട്. സെയിൽ ചെയ്യുന്നത് ഒരു സുഖമാണ്, ഒരു ലഹരിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരു സെയിൽസ് പേഴ്സൺ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൻ്റെ ജോലി എന്താണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സെയിൽസ് പേഴ്സണായിട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ജോബാണ് സെയിൽസ്. ഏത് ലോകത്തിൽ പോയാലും ഏതൊരു കമ്പനിയിലും ഒരു സെയിൽസിൽ ആൾ ഉണ്ടായിരിക്കും. അത് നിർബന്ധമാണ്. ഒരു കമ്പനിയുടെ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 10 പൊസിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലുള്ള 9 പൊസിഷനിലേക്കാളും ഏറ്റവും കൂടുതൽ ജോലിക്കാർ ഉള്ളത് സെയിൽസിലായിരിക്കും. കാരണം സെയിൽസ് നന്നായാലേ കമ്പനി നന്നാവൂ, കമ്പനി നന്നായാലേ ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കമ്പനിയുടെ അടിത്തറയാണ് സെയിൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം
എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 5 കാര്യങ്ങൾ മാത്രമേ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേൾ എങ്ങനെ നല്ലൊരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേൾ ആവാം എന്ന് നോക്കി ഒരു സെയിൽസ്മാൻ്റെ അല്ലെങ്കിൽ സെയിൽസ് ഗേളിന് ശ്രദ്ധിക്കേണ്ട അവർ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 5 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ, കാരണം ഒരു 25ഓളം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു മികച്ച ഒരു സെയിൽസ് പേഴ്സൺ ആവാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ മറ്റൊരു പാർട്ട് സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ആവാൻ, സെയിൽസ്മാൻ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള സെക്കൻഡ് പാർട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടോളൂ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന 5 കാര്യങ്ങളാണ്. ഒന്ന് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ഒന്ന് അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ്, ഗ്രീറ്റ് കസ്റ്റമേഴ്സ്, പ്രൊഡക്റ്റ് നോളജ്, അസിസ്റ്റ് കസ്റ്റമർ എന്നീ 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. ഓർക്കുക, ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലുത് എന്നൊന്നുമില്ല. ഈ 25 കാര്യങ്ങളും ഏറ്റവും മികച്ചതാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആ 25 കാര്യങ്ങളിലെ 5 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലെ ആദ്യത്തെ കാര്യം ബിൽഡിംഗ് റിലേഷൻഷിപ്പ് എന്നാണ്. അതായത് ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുക. നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർ നമ്മളെയോ നമ്മുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെയോ മറക്കാതിരിക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ബന്ധം കെട്ടിപ്പടുക്കുക. നമ്മൾക്ക് ഇതിനു മുന്നേ അവരെ പരിചയമുണ്ട് എന്ന രീതിയിൽ നമ്മൾ പെരുമാറുക. അവർ തിരിച്ചും നമ്മളോട് അങ്ങനെ പെരുമാറുന്ന രീതിയിൽ നമ്മൾ ആക്കി മാറ്റുക. അതാണ് ഫസ്റ്റ് വൺ, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു കസ്റ്റമേഴ്സിന് നമ്മളോട് കുറച്ച് കൂടുതൽ ആത്മാർത്ഥ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ബന്ധമുണ്ടായി കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേ വരൂ, നമ്മുടെ പ്രൊഡക്റ്റേ വാങ്ങൂ, നമ്മുടെ അടുത്തേക്കേ വരൂ. അതൊരു ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കുക, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. രണ്ടാമത്തെ കാര്യം അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ്. ഈ ഒരു കാര്യം പല കമ്പനിയിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും നടക്കാത്തൊരു കാര്യമാണ്, അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ്. കാരണം ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സെയിൽസ് ഫീൽഡിൽ ഉണ്ടാവുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എങ്ങനെ പോയാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് സെയിൽസ് ഫീൽഡിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നത്. ഇപ്പം നമ്മൾ ഒരു വാൻ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരുപാടധികം, അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടധികം മത്സരങ്ങളുണ്ടാവും. ആ മത്സരങ്ങളിൽ നിന്നും നമ്മൾ കഴിച്ചിലായി പോവുക, നമ്മൾ രക്ഷപ്പെട്ടു പോവുക, നമ്മുടെ സ്ഥാപനം രക്ഷപ്പെട്ടു പോവുക, നമ്മുടെ കമ്പനി രക്ഷപ്പെട്ടു പോവുക, നമ്മുടെ പ്രൊഡക്റ്റ് വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് ഒരു സെയിൽസ്മാൻ നോക്കേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സെയിൽസ്മാൻ ഫീൽഡിൽ. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ നോക്കൂ, ഒരു കമ്പനിയിൽ സെയിൽസ്മാൻ്റെ മുകളിൽ ഒരു സെയിൽസ് ഓഫീസർ അല്ലെങ്കിൽ സെയിൽസ് അഡ്മിൻ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ എന്നിങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരും അതേപോലെ തന്നെ മാനേജർ പോസ്റ്റിലുള്ളവരും സെയിൽസ് മാനേജർ, അങ്ങനെ ഒരുപാട് പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവരും അതേപോലെ തന്നെ കമ്പനിയുടെ MD അല്ലെങ്കിൽ കമ്പനിയുടെ സ്ഥാപനം, ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പിൽ, ചെറിയൊരു ഫ്രൂട്ട് ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയിൽ നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കടയിലെ നിങ്ങളുടെ ഉടമസ്ഥനും അല്ലെങ്കിൽ നിങ്ങളുടെ കടയിലെ മറ്റു സ്റ്റാഫുകളും കൂടെ ഇരുന്നിട്ട് ആ വീക്കിൽ, ആ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടായ സെയിൽസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിൽപ്പന എത്രയുണ്ടായി, ലാഭം എത്രയുണ്ടായി, നഷ്ടമാണോ ലാഭമാണോ, ഇനി നമുക്ക് വളർച്ച ഉണ്ടാവാൻ അല്ലെങ്കിൽ സെയിൽസ് കൂടാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചർച്ച. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സെയിൽസ് പ്രൊമോഷൻ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വിൽപ്പന നയങ്ങൾ മുതലായവയെ പറ്റിയുള്ള അറിവ് അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനും നിങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു സെയിൽസ് മീറ്റിംഗ് കൂടേണ്ടത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. സെയിൽസ് മീറ്റിംഗ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഒരുപാട് സെയിൽസ്മാൻമാരുണ്ടെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും, പല അറിവുകളുണ്ടായിരിക്കും. ഇതിന് മറികടക്കാനുള്ള കാര്യങ്ങളും അവരിലുണ്ടായിരിക്കും. കാരണം ഫീൽഡിൽ ജോലി ചെയ്യുന്നവനെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂ. നമ്മൾ എന്നും അല്ലെങ്കിൽ പലയിടത്തും നമ്മൾ കേട്ടൊരു വാക്കാണ്, ഗാലറിയിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഗാലറിയിൽ നിന്ന് ഗോൾ അടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോഴേ അതിൻ്റെ വേദന അറിയൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇടങ്ങർ അറിയണമെങ്കിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കണം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനും സെയിൽസ് പ്രൊമോഷൻ പ്രവർത്തനങ്ങൾ. കാരണം നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ചെയ്യണം. ഇന്ന് ഈ ഒരു യുഗത്തിൽ പ്രൊമോഷൻ യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൊമോഷൻ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രൊമോഷൻ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനും വിൽപ്പന കാര്യങ്ങൾ മുതലായവയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ വിശദീകരണം കൊടുക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുമൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ് നിർബന്ധമാണ്. അപ്പോൾ ആ കാര്യമാണ് അറ്റൻഡിങ് സെയിൽസ് മീറ്റിംഗ്. മൂന്നാമത്തെ കാര്യം ഗ്രീറ്റ്
കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുക. ഇതൊരു സിമ്പിൾ കാര്യമല്ല, ചെറിയൊരു കാര്യമല്ല. കാരണം ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമർ അടുത്തേക്ക് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുക. ഇക്കാ നമസ്കാരം, അല്ലേ ചേട്ടാ സുഖമാണോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് അവിടെ ഗ്രീറ്റിംഗ് ചെയ്യുക. നമ്മൾ ആദ്യം പോയിട്ട് ചാടി കയറി അവർക്ക് കൈ കൊടുക്കുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. ചിരിച്ചുകൊണ്ട്, ദേഷ്യം പെട്ട മുഖം കൊണ്ടല്ല, ചിരിച്ചുകൊണ്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ ഷോപ്പിൽ പ്രശ്നങ്ങളുണ്ടാവാം, പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം, എങ്കിലും അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും മുഖത്ത് കാണിക്കാതെ കസ്റ്റമേഴ്സിനെ വേണ്ട രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. അവരുമായിട്ട് സംവദിക്കുക, അവരുമായി സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബന്ധം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഗ്രീറ്റ് കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും, അതിനുശേഷം അസിസ്റ്റ് കസ്റ്റമർ, അതായത് ഉപഭോക്താക്കളെ സഹായിക്കുക. അതാണ് അടുത്ത കാര്യം. നാലാമത്തെ കാര്യം ഓർക്കുക, അസിസ്റ്റ് കസ്റ്റമർ. കാരണം നമ്മുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുക. കാരണം അത് ആദ്യമായിട്ട് കയറി വരുന്ന ഒരു കസ്റ്റമർ നമ്മൾ സ്വാഗതം ചെയ്ത് ഒരു ബന്ധം കെട്ടിപ്പടുത്ത് അവർക്ക് എന്താണ് വേണ്ടത്, എങ്ങനെയുള്ള സാധനം ആണ് വേണ്ടത്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ അതിലേക്ക് നയിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ പല ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകളിലൊന്നും ക്ലോക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാനുള്ള വകുപ്പും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ, ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവർ സമയം നോക്കാൻ പാടില്ല. അവർ ഇതിൻ്റെ ഉള്ളിൽ ബിസി ആയിരിക്കണം. സമയം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ മറ്റു സാധനങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, നോക്കാൻ സമയം ഉണ്ടില്ല. പുറത്തത്തെ കാര്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇറങ്ങി ചെല്ലേണ്ടി വരും. സമയം പോകുന്നത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ സമയം ചിലവാക്കാൻ കഴിയില്ല. കസ്റ്റമേഴ്സ് ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെയിൽസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവരെ ഉപഭോക്താക്കളെ സഹായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർക്ക് എന്താണ് വേണ്ടത്. 1 കിലോൻ്റെ ഒരു തക്കാളി ആണെങ്കിൽ നമ്മളത് പരമാവധി 1 കിലോനാക്കാൻ ശ്രമിക്കുക. 1 കിലോ പഞ്ചസാരയാണെങ്കിൽ അത് 2 കിലോ പഞ്ചസാരയാക്കി മാറ്റാൻ ശ്രമിക്കുക. പക്ഷേ അവരെ ഉപദ്രവിക്കരുത്. അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇത് വാങ്ങിയാൽ ഇങ്ങനെയാണ്, അതാണ് ഇതാണ്, അതിനെ പറഞ്ഞ് ഉപദ്രവിക്കരുത്. നമ്മൾ ചിരിച്ച് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്തോ അത് ഒന്ന് കൂട്ടി നമുക്കും ലാഭം ഉണ്ടാകാൻ വേണ്ടി, നമുക്കും സെയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കുക. ഉപഭോക്താക്കളെ സഹായിക്കുക, വേണ്ടത് ചെയ്തു കൊടുക്കുക. അടുത്ത കാര്യം പ്രൊഡക്റ്റ് നോളജാണ്. ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള, അതായത് നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നിങ്ങൾക്കുള്ള ധാരണ. ഈ ഒരു കാര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളൊരു മികച്ച ഒരു സെയിൽസ്മാൻ ആവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാ രീതിയിലുള്ള ധാരണയും നിങ്ങൾക്കുണ്ടാവണം. പ്രൊഡക്റ്റിനെ പറ്റി എന്തിനു പറയണം, ചെറിയ കാര്യം നോക്കിയാണെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വില, അതേപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഏതൊക്കെ തൂക്കത്തിൽ നമുക്ക് ലഭ്യമാണ്, ആ പ്രൊഡക്റ്റ് എന്താണ്. ഇപ്പോൾ ഒരു മുളകും പൊടി വെച്ച് നോക്കുകയാണെങ്കിൽ, മുളകും പൊടി നമുക്ക് നോർമൽ മുളകും പൊടിയുണ്ട്, കാശ്മീർ ചില്ലിയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മുളകും പൊടിയുണ്ട്. 2-3 ഐറ്റംസ് മുതൽ മുളകും പൊടിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ അറിവും ഒരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം, നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമുക്ക് മികച്ച സെയിൽസ് പേഴ്സൺ ആവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങളുടെ കമ്പനിയെ പറ്റിയുള്ള ധാരണ. ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ, പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതാണ് നോളജ്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ കുറച്ചും കൂടെ വളർച്ച ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ബിൽഡിംഗ് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു, അറ്റൻഡിങ് സെയിൽസ് മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞു, ഗ്രീറ്റ് കസ്റ്റമേഴ്സിനെ പറ്റി പറഞ്ഞു, അസിസ്റ്റ് കസ്റ്റമേഴ്സിനെ പറ്റി പറഞ്ഞു, പ്രൊഡക്റ്റ് നോളജിനെ പറ്റി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, 15-20ഓളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മികച്ച സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ, ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പാണ് 100% നിങ്ങൾക്കൊരു ബെറ്റർ സെയിൽസ് പേഴ്സൺ ആവാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലും ഞാൻ ഉൾക്കൊള്ളിക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടോളൂ.